ഫാറ്റി ലിവർ ഇപ്പോൾ ഉള്ളൊരു വലിയ പ്രശ്നമാണ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇത്തരം മെഡിക്കൽ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അപഗ്രഥിച്ച് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ഇത് സമൂഹത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ്. നമുക്കവിടെ ക്ലിനിക്കിൽ വരുന്ന പല രോഗികളും കണ്ടുവരുന്നതാണ്. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്ക് ഈ 2 കാരണങ്ങളാണ് അതിന് പ്രധാനമായിട്ടും. കാർബോഹൈഡ്രേറ്റിൻ്റെ അമിത ഉപയോഗവും ഷുഗറിൻ്റെ പഞ്ചാരയുടെ അമിത ഉപയോഗം കൊണ്ടാണ് നമുക്ക് വരുന്ന എക്സസ് കലോറി നമ്മുടെ പേശികളിലും കരളിലുമൊക്കെ ആയിട്ടാണ് ഈ സേവ് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കുക, നമ്മുടെ ആഹാര രീതി നിയന്ത്രിക്കുകയും വ്യായാമ രീതികൾ ക്രമീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫാറ്റി ലിവർ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത്. എല്ലാ ഫാറ്റി ലിവറും നമുക്ക് ഇതുപോലെ ബന്ധപ്പെട്ട് പരിഹരിക്കാൻ കഴിയില്ല. മരുന്ന് ആവശ്യമുള്ള അവസ്ഥയും ഉണ്ടാവാറുണ്ട്. നമുക്ക് അറിയാം, നമുക്ക് ഈ മെഡിക്കൽ സയൻസ് ചില വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഈ ട്രൈഗ്ലിസറൈഡ് എന്നുള്ള ഒരു കൊളസ്ട്രോളിൻ്റെ ഒരു വിഭാഗമുണ്ട്. ട്രൈഗ്ലിസറൈഡ് അമിതമായി വർദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല ലിവർ ഡിസീസിൻ്റെ ഭാഗമായിട്ടും ഫാറ്റി ലിവർ വരാറുണ്ട്. നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചാരയുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ, സാധാരണ നമ്മുടെ ഈ മെഡിക്കൽ റീസൺ ഒന്നും ഇല്ലാതെ വരുന്ന ഫാറ്റി ലിവർ നമുക്ക് മരുന്നില്ലാതെ തന്നെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. വ്യായാമം ഇതിന് വളരെയേറെ അത്യാവശ്യമാണ്. ഇതിൽ ഈ ഫാറ്റി ലിവറിന് ഒരു കുടുംബ പശ്ചാത്തലം കൂടിയുണ്ട്. ഹെറിഡിറ്ററി ഫാക്ടർ ഉണ്ട്. നമ്മൾ ഈ ഇത്തരം കൊഴുപ്പ് നിറഞ്ഞ ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുകയാണെങ്കിലും ജങ്ക് ഫുഡുകൾ കഴിക്കാതിരിക്കുകയൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ നമുക്കിത് ഫാറ്റി ലിവർ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ ചില ജനിതക കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഫാറ്റി ലിവർ വരാറുണ്ട്. അതിന് നമുക്ക് മരുന്ന് കഴിക്കുകയും ഒരു വിദഗ്ധനായ ഡോക്ടറുടെ സഹായവും ആവശ്യമാണ്. നമുക്ക് ഈ നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഇതെല്ലാം നമ്മുടെ കിഡ്നി, ലിവർ അങ്ങനെയുള്ള അവയവങ്ങളെ ബാധിക്കുന്നതാണ്. നമുക്കിതിൻ്റെ മരുന്നുകളുടെയൊക്കെ അമിത ഉപയോഗം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ നമ്മൾ സാധാരണയായി കണ്ടുവരാറുണ്ട് പാരസെറ്റമോൾ വേദന സംഹാരിയാണ്. വേദന സംഹാരി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്ഥിരമായി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മരുന്നാണ്. വേദന വരുവാണെങ്കിൽ ഇത് കഴിക്കുക. വേദന സംഹാരികൾ ഒരു ഡോക്ടറുടെ ഉപദേശം ഇല്ലാതെ തന്നെ ഒരുപാട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ മരുന്നിൻ്റെ ഉപയോഗം ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവ് മാത്രമാണ് കഴിക്കേണ്ടത്. നമ്മളൊരു ഡോക്ടറെ കാണുന്നു, ആ മരുന്ന് തരുന്നു, ബെറ്ററാവുന്നു, അത് നമ്മൾ വീണ്ടും തുടർന്ന് കഴിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ശരിയായ ഒരു വിദഗ്ധ ഉപദേശപ്രകാരം മാത്രമേ മരുന്ന് കഴിക്കാറുള്ളൂ. മരുന്നും ആഹാരവും അതുപോലെ തന്നെ. ആഹാരത്തിൽ നമ്മൾ ഇപ്പോൾ രുചിക്ക് വേണ്ടി ചേർക്കുന്ന പല ഘടകങ്ങളും ഇത്തരം വ്യവസ്ഥയെ മാരകമായി ബാധിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ആധികാരികതയില്ലാത്ത ചികിത്സ, ഞാൻ ഒരു സിസ്റ്റത്തിൻ്റെ മോശവശം പറയുകയല്ല, ആധികാരികതയില്ലാത്ത ചികിത്സകൾ നമുക്ക് ഈ പാരസെറ്റമോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ 500 മില്ലിഗ്രാം പാരസെറ്റമോൾ കഴിച്ചാൽ അതിന് റിസർച്ചുണ്ട്. അതിന് ഉണ്ടാകുന്ന എഫക്റ്റും സൈഡ് എഫക്റ്റും ഡിഫൈൻഡാണ്. ഇത്തരം എഫക്റ്റും സൈഡ് എഫക്റ്റും ഡിഫൈൻഡായ ചികിത്സാ രീതികൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു വൈദ്യൻ്റെ അടുത്ത് പോകും. വൈദ്യൻ മേ ബി സ്കിൽഡ് ആയിരിക്കാം, അദ്ദേഹത്തിന് ചില കഴിവുകളുണ്ടാകാം. പക്ഷേ ഈ ഇദ്ദേഹം തരുന്ന മരുന്നുകൾ മേ ബി പലപ്പോഴും ഫലപ്രദമാവാം. പക്ഷേ അതിനകത്തുള്ള കോമ്പോസിഷൻ എന്താണ്? ഇപ്പം നമ്മളൊരു കഷായം എടുക്കുകയാണെങ്കിൽ, ശതാവരി കഷായം എടുക്കുകയാണെങ്കിൽ ശതാവരിയുടെ പെർസെൻറ്റേജ് എത്ര ആണെന്നോ, അല്ലെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന കോമ്പോസിഷൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നോ എന്നുള്ളത് പലപ്പോഴും ഈ വിദഗ്ധമായ പഠിത്തം, ആയുർവേദ അല്ലെങ്കിൽ ആധികാരികമായി പഠിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന ചികിത്സ ഇതിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയില്ല. ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നതിനെപ്പറ്റി നമുക്ക് വലിയൊരു ധാരണയില്ല. സൈഡ് എഫക്റ്റ് എന്താണെന്നതിനെപ്പറ്റിയും വലിയ ധാരണയില്ല. ഇത്തരം ഉപയോഗങ്ങളൊക്കെ തന്നെ ഈ ഇത്തരം കിഡ്നി പോലെ അല്ലെങ്കിൽ ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കേടുപാടുകൾ അല്ലെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള പ്രധാന കാരണമാകും. ഈ ചികിത്സാ രീതിയും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫിസിയോതെറാപ്പിയെ പറ്റി പറയുമ്പോൾ ഫിസിയോതെറാപ്പി എന്താണെന്നതിനെ പറ്റി ഇപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും ധാരണയുണ്ട്, ഒരു ചികിത്സാ രീതി ആണെന്നുള്ളത്. ഈ ഭൗതിക സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ചികിത്സാ സമ്പ്രദായമാണ് ഫിസിയോതെറാപ്പി. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഫിസിയോതെറാപ്പി അക്കാഡമിക്കലി ഉള്ളത്. കാരണം മോഡേൺ മെഡിസിൻ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും ആ മോഡേൺ മെഡിസിൻ്റെ രീതിയിൽ തന്നെ പഠിക്കുകയും ഈ രോഗം അപഗ്രഥിക്കുന്നതിന് നമ്മൾ മോഡേൺ മെഡിസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കുകയും അതിനുശേഷം നമ്മൾ രോഗാവസ്ഥയെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഫിസിക്കൽ അസസ്മെൻറ്റും ഫിസിക്കൽ ഡയഗ്നോസും വഴി നമ്മൾ രോഗത്തിന് നമ്മളുടെ ചികിത്സയ്ക്ക് പ്രാപ്തമാക്കുകയും അതിനുശേഷം ഫിസിക്കൽ മൊഡാലിറ്റീസ് ഉപയോഗിച്ച് ചികിത്സ നടത്തുകയും ചെയ്യും. ഇതിൻ്റെ ഒരു വലിയ മെറിറ്റ് എന്ന് പറഞ്ഞാൽ
പാർശ്വഫലമില്ല. അതുപോലെ തന്നെ സാധാരണ നമുക്കറിയാം ചികിത്സയ്ക്ക് മരുന്ന് ആവശ്യമാണ്. ഇത് മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ്. ഒന്നുകിൽ നമുക്ക് മരുന്ന് ചികിത്സയോടൊപ്പം ഉപയോഗിക്കാം, അല്ലെങ്കിൽ മരുന്നിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിർത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പി മറ്റ് ചികിത്സാ രീതികൾക്ക് മുകളിലുള്ള ഒരു അഡ്വാൻറ്റേജ്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം മരുന്ന് പോലെ ആവണമെന്നാണ് പറയുന്നത്. നമ്മൾ മരുന്നിൻ്റെ അമിത ഉപയോഗത്തെപ്പറ്റി പറഞ്ഞല്ലോ. അത് എന്താ ശരീരത്തിന് ആവശ്യമായ അല്ലെങ്കിൽ രോഗാവസ്ഥ വരാതിരിക്കുന്നതിന്, പ്രതിരോധിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭക്ഷണം. നമ്മൾ ശരിക്കും ഭക്ഷണം മരുന്ന് പോലെ കഴിക്കണമെന്നാണ്. നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അമൃതമായാലും അധികമായാലും അമൃതും വിഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ അമിതമായ ഭക്ഷണമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വരുന്ന ഒരു പ്രശ്നം. ഈ അമിതമായ ഓയിലിൻ്റെ ഉപയോഗവും ഫ്രൈഡായ ഐറ്റംസും ജങ്ക് ഫുഡുകളും ഒക്കെ നമുക്ക് ധാരാളമായി കഴിക്കാറുണ്ട്. ഇത്തരം ഭക്ഷണ രീതി നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഒക്കെ ഉണ്ടാക്കാനുള്ള കാരണമാകുന്നു. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റായ ഒരു സാധനമാണ് ചോറ്. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ചോറ് അത്ര ഒരു ഫേവറേറ്റായ സാധനമല്ല. ചോറിൽ നമുക്കുള്ളത് കാർബോഹൈഡ്രേറ്റാണ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് ആവശ്യമില്ല. സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമില്ല. അതുപോലെ പഞ്ചാരയുടെ ഉപയോഗവും നമുക്ക് വളരെയേറെ ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതിനുള്ള കൊഴുപ്പുകൾ ഉണ്ടാക്കുകയും അത്തരം കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ മലയാളികളുടെ ഒരു സാധാരണഗതിയിലുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കായികാധ്വാനം കുറഞ്ഞ ജോലികളിലാണ് കൂടുതലായി ഇപ്പോൾ മലയാളികൾ, അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബിലാണ് ഇപ്പോൾ മലയാളികൾ കൂടുതലായിട്ടും വരുന്നത്. എവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇത്തരം ജോലികളാണ് കൂടുതലായിട്ടും മലയാളികൾ കായികാധ്വാനം ആവശ്യമില്ലാത്തതും, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള ജോലികൾ ഇടപെടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കലോറി ഇൻടേക്ക് പുറത്തു പോകില്ല. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കലോറിയാണ് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ അകത്തേക്ക് ചെല്ലുന്നത്. ഇത്തരം പ്രവണത ശരീരത്തിന് വളരെയേറെ ദോഷം ചെയ്യും.